മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ മൊബിലിറ്റിക്ക് ആവശ്യമുള്ള നമ്മുടെ മസിൽ ഗ്രോത്തിന് ആവശ്യമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, പ്രോട്ടീൻ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫുഡ് മെനുവിലോ അല്ലെങ്കിൽ വളരെ കാഷ്വലി പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളിയുടെ ഭക്ഷണശീലം എത്രമാത്രം ആരോഗ്യപൂർണ്ണമാണെന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് രാവിലെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് പുട്ടിൻ്റെ പൊടി വെച്ച് ഒരു പഴം എടുത്ത് ആ പഴം ഇതിൽ മിക്സ് ചെയ്ത് ഞവടി കഴിച്ചാൽ അത് ഏറ്റവും ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ അവിടെ പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ എങ്ങനെ സോഴ്സ് ചെയ്യണം? ബേസിക്കലി ഓരോരുത്തരുടെയും ജോബ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഫുഡ് ഡിസൈൻ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോട്ടീൻ എത്രമാത്രം വേണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വെജിറ്റബിൾസ് അഥവാ നോൺ വെജ് എന്ന് പറയുന്നതിനകത്ത് ഈ വെജ് എന്ന് പറയുന്നത് സാത്വിക് ഫുഡിൽ വരുന്നൊരു കാറ്റഗറിയാണ്. ഈ സാത്വിക് ഫുഡുകളിൽ മരങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ക്യാൻസർ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല, മൃഗങ്ങൾക്ക് വന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ നീ എന്ത് കഴിക്കുന്നു അതാണ് നീ. അടിസ്ഥാനപരമായി എൻ്റെ ബോഡിയിൽ ഇപ്പോൾ കാൽസ്യം കൂടുതലായിരിക്കാം, എൻ്റെ ബോഡിയിൽ ചിലപ്പോൾ അയേൺ കൂടുതലായിരിക്കാം. അപ്പോൾ നമ്മൾ ഫുഡിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മളെ ജനറ്റിക്സ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബോഡിയും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത ഫോമാണ് ഞാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് ഓൾ ഇൻ വൺ എന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വേർഷൻ 2.0. അപ്പോൾ എൻ്റെ അച്ഛന് എന്തൊക്കെയായിരുന്നു ജനറ്റിക്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ബേസ് ചെയ്താണ് എൻ്റെ ഫുഡ് പ്ലാൻ ചെയ്യാം. ഞാനിപ്പോൾ കുറേ പ്രോട്ടീൻ തിന്നുകൊണ്ടോ കുറേ ഈ പറയുന്ന കണക്ക് വൈറ്റമിൻസ് തിന്നുകൊണ്ടോ നത്തിങ്. ഇപ്പോൾ താങ്കൾക്ക് ഹെയറിനായിരിക്കും വിഷയം, താങ്കളുടെ ഹെയർ ഫോളിക്കിൾസിനെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം. ചിലപ്പോൾ താങ്കൾ ജെനറ്റൈൽസ് ആയിരിക്കും, അപ്പോൾ അതിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. എല്ലാത്തിനും ഈ പ്രോട്ടീൻ ഒരു അംശം മാത്രമാണ്. അതെ, പക്ഷേ നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഇൻ ടേംസ് ഓഫ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അത് നമുക്ക് ജനറ്റിക്കലി ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളെ സറൗണ്ടിങ്ങും നമ്മളെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യും. കടല, കപ്പലണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കടലയിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീനും ഈ കോഴിയിൽ നിന്ന് ഇന്ന് നമ്മൾ കോഴിയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രോട്ടീൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് നാച്ചുറലി ഇപ്പോൾ പയറ് മുളപ്പിച്ച് കഴിക്കുന്നു അല്ലേ, മുതിര മുളപ്പിച്ച് കഴിക്കുന്നു അല്ലേ. കുതിരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പോഷകാഹാരത്തിൽ എവിടാണ് മട്ടണും ചിക്കനും ബീഫും വരുന്നത്? താങ്കൾക്ക് കുതിര ഓടി തോപ്പിക്കാൻ പറ്റുമോ? പക്ഷേ അത് രണ്ടും അൾട്ടിമേറ്റ്ലി രണ്ട് അനിമൽ സിസ്റ്റത്തിൽ, അനിമൽ കിങ്ഡത്തിൽ രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളാണ് വെരി മച്ച്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഈ ചിക്കനെ തിന്നും ഇതൊന്നും നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് നമുക്ക് പ്രോട്ടീൻ കിട്ടണം. അത് എവിടുന്ന് കിട്ടണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബോഡി അതിനെ സേവ് ചെയ്ത് നമുക്കതിനെ പൂർവാധികം ശക്തിയോട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം താങ്കൾക്ക് ഞാൻ വയറ് നിറയ്ക്കാൻ എന്തും തരാം, പക്ഷെ താങ്കളുടെ ആരോഗ്യ സമ്പന്നതയെ കൂട്ടുന്ന ഒരു മീൽ ഞാൻ തന്നാൽ താങ്കളുടെ എനർജി ലെവൽ വേറെ ഡയമെൻഷനിൽ നിൽക്കും. ഈ മുതിരയും ഈ പറയുന്ന ഗോതമ്പ് മുളപ്പിച്ചതും മുതിര മുളപ്പിച്ചതും അതിലും ബ്ലാക്ക് ഹോസ് ഗ്രാം ഉണ്ട്, വൈറ്റ് ഹോസ് ഗ്രാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല. മനസ്സിലായി? കപ്പലണ്ടിക്കുള്ള ഗുണം വിട്ടിട്ടാണ് അവക്കാടോടെ പിറകെ ഓടുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ ആരോഗ്യ സമ്പന്നതയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് ചുറ്റിനും തന്നെ ഉണ്ട്. കടലയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് തന്നെ അത് തിരിച്ചറിയണം. ഇപ്പോൾ താങ്കൾ ചൊറിയണം എന്ന് പറയും. താങ്കൾ ചൊറിയണം എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പൊക്കിയാൽ, ചൂടുവെള്ളത്തിൽ മുക്കി പൊക്കിയാൽ ചൊറിയാനുള്ള കഴിവ് തീർന്നു. പിന്നെ അത് പാലക്കാം. നമ്മളെ മലയാളികളുടെ മുറ്റത്ത് എവിടെ ചൊറിയണമില്ലാത്ത? ചൊറിയാനുള്ളൊരു സ്വഭാവം അല്ലാണ്ട് എന്നെങ്കിലും ഇത് എടുത്തൊന്ന് കഴിക്കണം എന്ന് ആരെങ്കിലും പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടോ? പരിപ്പ് കറിക്കകത്ത് അല്പം ചൊറിയണം ചേർത്ത് പാചകം ചെയ്ത് കഴിച്ചാൽ നല്ല പാലക്ക്, ഡാൽ പാലക്ക് കഴിക്കുന്നതായിരിക്കും. കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ കഴിക്കുന്നതല്ലേ, എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പം എന്തിനാണ് ഭയങ്കര ഹെൽത്തിയാണ്. നെറ്റൽ ലീവ്സ് എന്നാ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നെറ്റൽ ലീവ്സ് അല്ലെങ്കിൽ പോറിഡ്ജ്, അത് കഞ്ഞി. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാണ് ബ്രദറിനോട് ചോദിക്കുക, ഇപ്പോൾ ഇംഗ്ലീഷ് ഫുഡിനെ പറ്റി പറയുന്നു. ഇപ്പോൾ പൊട്ടേറ്റോ പലരും പറയും ഗ്യാസ് ആണ് അല്ലേ. നമ്മൾ ചിക്കൻ കറി വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് കഴിയും. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ മൊത്തം ഈ പൊട്ടറ്റോ അല്ലാണ്ട് ഏതെങ്കിലും വെജിറ്റബിളിനെ ആഘോഷിക്കുന്ന താങ്കൾ നടക്കുന്നു. അവന് ഉരുളക്കിഴങ്ങില്ലാത്ത ഫുഡില്ല. അത് വേണ്ട, കാരണം ബോഡിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങിനകത്ത് കേബിൾ വെച്ചിട്ട് ഈ ക്ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നവന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും. ദ വെജിറ്റബിൾ ദാറ്റ് ക്രിയേറ്റ്സ് ഇലക്ട്രിസിറ്റി. അത്രയും ഔഷധ ഗുണം ഉണ്ട് അതിന്. നമ്മൾ ഈ വലിച്ചു വാരി തിന്നുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ബ്രദറിന് ഒരു അസുഖമുണ്ട്, ഗാർലിക് കഴിക്കാൻ പാടില്ല. എല്ലാം അമിതമായാൽ അമൃതവും വിഷമാണ്. ബ്രദറിന് എപ്പോഴും ഒരു പ്ലേറ്റ് ഉണ്ടാവണം അല്ലേ. ഈ വൺസ് യുവർ പ്ലേറ്റ് ഇസ് ഡിഫൈൻഡ്, യുവർ ഫെയ്റ്റ് ഇസ് റിഫൈൻഡ്.
നൈസ്. യു ഗോട്ട് മൈ പോയിന്റ്. Yes, എവറിത്തിങ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് ഓൺ യുവർ പ്ലേറ്റ്. ഉം. അങ്ങനല്ലേ? മുലപ്പാൽ മുതൽ വായിക്കരി വരെ. ഞാൻ ഭാരതീയ സംസ്കാരമാണ് പറയുന്നത്. ഉം, ഉം, ഉം. ഈ കേരള ഭക്ഷണശീലത്തെ പറ്റി പറഞ്ഞപ്പോഴേ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ ഫുഡ് പലപ്പോഴും കുറച്ചുകൂടി കലോറി ഡെൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാർബ്സ് ഡെൻസ് ആണ് നമ്മുടെ ഫുഡ്. ഇപ്പോൾ ചോറ് കുറച്ചായിരിക്കുമല്ലോ ഈ അവിയലും അല്ലെങ്കിൽ തോരനും ഒക്കെ. പക്ഷെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ ഭക്ഷണശൈലിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ചിക്കൻ, അതിൻ്റെ ഒരു ചെസ്റ്റ് പീസ് എടുത്ത് അതിനെ പല രീതിയിൽ കുക്ക് ചെയ്ത് വെക്കുന്നു. അവിടെ സ്മാഷ്ഡ് പൊട്ടറ്റോ വേണോ, അല്ലെങ്കിൽ റൈസ് വേണോ, അല്ലെങ്കിൽ എന്ത് ബ്രെഡാണ് വേണ്ടത്, അത് ഓപ്ഷണലായിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? മലയാളിയുടെ ഭക്ഷണശീലത്തിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ വേൾഡ് കറങ്ങിയതില്ലേ, അതെ, അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. ആരോഗ്യ സമ്പന്നമായ, കാരണം ഇപ്പം ദരിദ്രന്മാരുടെ ഒരു ലോകത്ത് ആണ് ഞാൻ കാണുന്നത് ബാക്കിയുള്ള. കാരണം ഇപ്പം സ്റ്റേക്ക്, ഇപ്പം ഒരു 140 ഡിഗ്രിയിൽ ഗ്രില്ല് ചെയ്ത സ്റ്റേക്ക് വിത്ത് എ പീസ് ഓഫ് മീറ്റ് അല്ലേ, മാഷ്ഡ് പൊട്ടേറ്റോസ് അല്ലേ, പിന്നെ സ്റ്റീംഡ് വെജിറ്റബിൾസ്. മലയാളത്തിൽ പറഞ്ഞ പുഴുങ്ങിയ വെജിറ്റബിൾസ്, പുഴുങ്ങിയ പച്ചക്കറി, കുഴച്ച ഉരുളക്കിഴങ്ങ്, ചുട്ട ഇറച്ചി, കുഴച്ചാ തരുന്നത്, ഇടിച്ചെന്ന് പറഞ്ഞാൽ, പിന്നെ ചുട്ട ഇറച്ചി തിന്നു. ദാരിദ്ര്യമാണ്. കൈ കഴുകാൻ പോലും അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ നാരങ്ങ ഇട്ട വെള്ളത്തിനകത്ത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് വിരലിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നത്. ആസനം കഴുകാൻ തലയെഴുത്തില്ലാത്തവന്മാരുടെ രാജ്യങ്ങളാണ്. അത് കണ്ടിട്ട് ഇവിടെ സായിപ്പാവം നടന്നിട്ട് കാര്യമില്ല. അവരുടെ ദാരിദ്ര്യത്തിനെ ലക്ഷറി ആക്കി ചുമക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഐ എം എൻജോയിങ് ദ ഫുഡ്. അവർ ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബർഗറിന് പേര് ഒരു ബണ്ണിനകത്ത് ഒരു ചുട്ട ഇറച്ചി എടുത്ത് വെച്ച് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാനായിട്ടാണ് ഈ മയോണൈസും കെച്ചപ്പും. ഇല്ലേ ഇറങ്ങുമോ? ഞാൻ ബ്രദർ തന്നാൽ തിന്നത്. ഈ സാമാനം എല്ലാം ഒഴിച്ചാൽ തൊണ്ടയ്ക്ക് താഴെ പോകും, ഇല്ലേ പോകത്തില്ല. അതേണക്കല്ല മലയാളി, അതേണക്കല്ല ഭാരതീയ സംസ്കാരം. താങ്കൾ ഈ കേരളം വിട്ടാൽ, താങ്കൾ തമിഴന്മാരുടെ അടുത്ത് ചെന്നാൽ, സർ പൊങ്കൽ എടുക്കരുമാ, തൈര് സാധം എടുക്കും സർ. താങ്കൾ നേരെ തെലുങ്കന്മാരുടെ അടുത്ത് ചെന്നാൽ, ആന്ധ്രാക്കാരന്മാരുടെ അടുത്ത് ചെന്നാൽ, രാജസ്ഥാനി എടുത്ത് ചെന്നാൽ, പഞ്ചാബി എടുത്ത് ചെന്നാൽ, അങ്ങനെ 28 സംസ്ഥാനങ്ങളുണ്ട് വിഷ്ണു ഇവിടെ ഇന്ത്യയിൽ. മലയാളിയുടെ ഫുഡിന് എന്തോ കുഴപ്പം? ആഘോഷിക്കണം, പക്ഷെ വലിച്ചു വാരി തിന്നണമെന്നല്ല പറയുന്നത്. ഇതൊരു തീറ്റ മത്സരമാണ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ ബ്രദർ നേരത്തെ പറഞ്ഞ കണക്ക് വൺസ് അപ്പോൺ എ ടൈം യു ഹാഡ് എ മീൽ, നൗ യു ഷുഡ് ഹാവ് എ മീൽ. അല്ലേ? താങ്കൾ ഈ പറയുന്ന അവിയലും സാമ്പാറും എല്ലാം താങ്കളെ മേശപ്പുറത്ത് എനിക്കും കഴിക്കാം, എൻ്റെ വയറൂടെ കൊണ്ടുവയ്ക്കാം. അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒരാൾ എടുക്കണ കോളാണ്. വെരി മച്ച്. എൻ്റെ നെസസിറ്റിക്ക് അനുസരിച്ച് വേണം ഞാൻ തിന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞ അനിമൽ കിങ്ഡം, അവരെ കണ്ടെങ്കിലും പഠിക്കടോ. ഒരു മാവിനകത്ത് 100 മാങ്ങ പഴുത്ത് തിന്നാൽ ഒരു വവ്വാൽ ഒരെണ്ണേ കൊത്തു, മാക്സിമം 2. മൊത്തം മാങ്ങയും പറിച്ചുകൊണ്ട് പോകുന്ന ഈ ആനിമൽ കിങ്ഡത്തിൽ ഹ്യൂമൻസ് മാത്രമേ ഉള്ളൂ, അല്ലേ? സോ വി ആർ ദ ബേസിക് ഫൂൾസ് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മളെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരിക. നമ്മൾ ഈ പറയുന്നു നമുക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന്. കറക്റ്റ് അല്ലേ? എന്നെ സംബന്ധിച്ചോളം വിഷ്ണുവിൻ്റെ അപ്പൂപ്പൻ 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, വിഷ്ണു ഒരു 180 വയസ്സ് വരെ ജീവിക്കണ്ടേ? അപ്പോഴല്ലേ ടെക്നോളജി ഡെവലപ്പായത്, അല്ലേ? ആയുസിന്റെ വലിപ്പം കൂട്ടുന്നിടത്താണ് ടെക്നോളജി ഡെവലപ്പ് ആവുന്നത്. അല്ലാണ്ട് ഞാൻ 35 വയസ്സ് വരെ ജീവിച്ചോ അല്ല 40 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് വേൾഡ് അങ്ങ് ഫ്രണ്ടിലോട്ട് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാണാൻ ഞാൻ വേണ്ടേ? ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, 10 തലമുറയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഞാനടുത്ത് തിരിച്ചു വെച്ച്, അത് തിന്നാൻ തലമുറ വേണ്ടേ? അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ജനറ്റൈൽസ് വർക്ക് ചെയ്യണം. ജനറ്റൈൽസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് വർക്ക് ചെയ്യണം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അന്നം പരബ്രഹ്മം.